ഹായ് കേരട്സ് ജയ് എന്ന് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കേരട്സ്, നിങ്ങളും 2026-ലും 2027-ലും ഇന്ത്യൻ ആർമിയിലേക്ക് തയ്യാറെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കേഡറ്റാണോ? മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ 10ാം ക്ലാസ് പാസ്സായ ഒരു മെയിൽ കേഡറ്റ് ആണെങ്കിലും 10ാം ക്ലാസ് പാസ്സായ ഒരു ഫീമെയിൽ കേഡറ്റ് ആണെങ്കിലും അതേപോലെ +2 ആണെങ്കിലും ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. 10ാം ക്ലാസ് പാസ്സായതിനു ശേഷം +2 പാസ്സായതിനു ശേഷം ഇന്ത്യൻ ആർമിയിലേക്ക് ചേരാനായിട്ട് ഏതൊക്കെ ഓപ്ഷൻസ് ആണുള്ളത്, ഏതൊക്കെ ട്രേഡിലേക്കാണ് തയ്യാറെടുക്കാൻ പറ്റുന്നത് എന്നതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഫുൾ കാണുക, പരമാവധി ഷെയർ ചെയ്യുക, എന്നിട്ട് നിങ്ങൾ സ്വന്തമായിട്ടൊരു ഡിസിഷൻ എടുക്കുക നിങ്ങൾക്ക് ഏത് ട്രേഡിലേക്കാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോയുടെ ഫൈനൽ കൺക്ലൂഷൻ ഒന്നുകൂടി പറയുകയാണെങ്കിൽ, നിങ്ങളും 2026 അല്ലെങ്കിൽ 2027 ഇന്ത്യൻ ആർമിയിലേക്ക് ചേരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏതൊക്കെ ട്രേഡാണെന്ന് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും. ഏജ് ലിമിറ്റ്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, എക്സാം പാറ്റേൺ, എവറിത്തിങ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൂടി അറിയാൻ പറ്റുന്നതായിരിക്കും. വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശേഷം റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നിട്ടൊരു ഡിഫൻസീവ് കിട്ടുന്നതിന് വരെ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കേരട്സ്, അപ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ അറിയേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ്. നിങ്ങൾ ഏത് ഫോഴ്സിലേക്ക് തയ്യാറെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിലും, ഈവൻ ആർമി, നേവി, എയർഫോഴ്സ്, പാരാമിലിറ്ററി, അതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. അതിനുശേഷം ആ ഒരു ഫോഴ്സിലേക്ക് ഏതൊക്കെ ട്രേഡിലേക്കാണ് വേക്കൻസി വരുന്നത് എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. അതിനുശേഷം ആ ഒരു ഫോഴ്സിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പരമാവധി അറിയാൻ നോക്കണം. അപ്പോൾ നമുക്ക് നോക്കാം, ഇന്ത്യൻ ആർമിയിലേക്ക് ഒരു കേഡറ്റിന് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും സ്റ്റാർട്ടിംഗ് ആണ് രജിസ്ട്രേഷൻ. രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ? നോട്ടിഫിക്കേഷൻ ആദ്യം വരുന്നതായിരിക്കും. ആ ഒരു സമയത്ത് നിങ്ങൾ ഫോം ഫില്ല് ചെയ്തിരിക്കണം. അതാണ് രജിസ്ട്രേഷൻ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും അതേപോലെ ഫാദർ നെയിം, മദർ നെയിം, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇതെല്ലാം ഇന്ത്യൻ ആർമിയുടെ സൈറ്റിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. നെക്സ്റ്റ് ആണ് കോമൺ എൻട്രൻസ് എക്സാം. അതിനുശേഷം റിട്ടേൺ എക്സാം വരുന്നതായിരിക്കും. നിങ്ങൾ ഏത് ട്രേഡിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് ആ ട്രേഡ് അനുസരിച്ചിട്ടുള്ള എക്സാം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. നെക്സ്റ്റ് ആണ് കോമൺ എൻട്രൻസ് എക്സാം റിസൾട്ട്. അതിനുശേഷം നിങ്ങൾ ഇവിടെ എഴുതിയ ആ ട്രേഡിൻ്റെ എക്സാമിൻ്റെ റിസൾട്ട് വരുന്നതായിരിക്കും. റിസൾട്ട് കഴിഞ്ഞാൽ പിന്നെ ഫിസിക്കലുണ്ട്, ഹൈറ്റ്, വെയ്റ്റ്, ചെസ്റ്റ് ഇതെല്ലാം മെഷർ ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം പിന്നെ മെഡിക്കൽ കാണും. മെഡിക്കൽ കംപ്ലീറ്റ് ആയാൽ പിന്നെ ഒരു ലിസ്റ്റ് വരുന്നതായിരിക്കും. അതാണ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ആ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ നിങ്ങളെ പിന്നെ ട്രെയിനിങ് സെൻറ്ററിലേക്ക് ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും. ഏത് സെൻറ്ററിലേക്കാണ് നിങ്ങൾ പോകുന്നത് അതിൻ്റെ അപ്ഡേറ്റ് എല്ലാം TVM ARIയിൽ നിന്നോ അല്ലെങ്കിൽ കാലിക്കറ്റ് ARIയിൽ നിന്നോ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതാണ് സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. കേരട്സ്, ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു കാര്യം ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായി കാണുമെന്ന്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇതേ സെലക്ഷൻ പ്രോസസ്സ് തന്നെയാണ് ഇന്ത്യൻ ആർമിയിലുള്ളത്. ഇനി നമുക്ക് നോക്കാം ഏതൊക്കെ ട്രേഡിലേക്കാണ് തയ്യാറെടുക്കാൻ പറ്റുന്നത് എന്നതിനെക്കുറിച്ച്. നോക്കൂ കുട്ടികളെ, ഫസ്റ്റ് ഓഫ് ഓൾ ഇമ്പോർട്ടൻ്റ് ആണ് അഗ്നിവീർ GD. ഇന്ത്യൻ ആർമിയിൽ ഏറ്റവും കൂടുതലും വേക്കൻസി വരുന്നൊരു ട്രേഡാണ് അഗ്നിവീർ GD എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, GDയിലേക്ക് ഒരു കേഡറ്റിന് ജോയിൻ ചെയ്യണമെങ്കിൽ ഏജ് ലിമിറ്റ്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനൊക്കെ എന്തൊക്കെയാണെന്ന്. അഗ്നിവീർ GD എന്ന് പറഞ്ഞാൽ ജനറൽ ഡ്യൂട്ടി എന്നാണ് ഉദ്ദേശിക്കുന്നത്. നോക്കൂ കുട്ടികളെ, ഫസ്റ്റാണ് ഏജ് ലിമിറ്റ്. 17.5 വയസ്സ് മുതൽ 21 വയസ്സ് വരെ പ്രായമുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. മെയിൽ ആൻഡ് ഫീമെയിൽ, ഓൺലി മെയിൽ കേഡറ്റ് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് പാസ്സായിരിക്കണം. ഹൈറ്റ് 166 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് പാരാഎസ്എഫിൽ പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ GD എന്നൊരു ട്രേഡിലേക്ക് തയ്യാറെടുത്തിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പാരാഎസ്എഫിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് എക്സാം പാറ്റേൺ. ആർമി GDയുടെ എക്സാം പാറ്റേൺ നമുക്ക് നോക്കാം. GKയിൽ നിന്നും 15 ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും. GSൽ നിന്ന് 15 ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും. മാത്സിൽ നിന്ന് 15 ക്വസ്റ്റ്യൻ, റീസണിങ്ങിൽ നിന്ന് 5 ക്വസ്റ്റ്യൻ. ടോട്ടൽ 50 ക്വസ്റ്റ്യൻ വരും. 60 മിനിറ്റ്സ് ആണ് എക്സാം. 100 മാർക്സിൻ്റെയാണ് എക്സാം എന്ന് പറയുന്നത്. ഓരോ ക്വസ്റ്റിനും 2 മാർക്ക് വീതമാണ് ലഭിക്കുന്നത് കറക്റ്റ് ആൻസർ ആണെങ്കിൽ. ഇനി നമുക്ക് നോക്കാം അഗ്നിവീർ ട്രേഡ്സ്മാൻ കാറ്റഗറിയുടെ. GDയുടെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. GDയുടെ സെയിം എക്സാം പാറ്റേൺ തന്നെയാണ് ട്രേഡ്സ്മാനും WMPക്കും വരാൻ പോകുന്നത്. ട്രേഡ്സ്മാൻ എന്ന് പറയുന്നത് സെപ്പറേറ്റ് ട്രേഡാണ് കേട്ടോ കുട്ടികളെ. ട്രേഡ്സ്മാൻ തന്നെ 2 കാറ്റഗറി ഉണ്ട്. 8th ലെവലുള്ള ട്രേഡ്സ്മാൻ, 10th ലെവലുള്ള ട്രേഡ്സ്മാൻ. അതായത് 10ാം ക്ലാസ് പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് 10th ലെവലുള്ള ട്രേഡ്സ്മാൻ എന്ന് പറയുന്നത്. 8ാം ക്ലാസ് പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാനുള്ളതാണ് 8ാം ക്ലാസ് ലെവലുള്ള ട്രേഡ്സ്മാൻ കാറ്റഗറി എന്ന് പറയുന്നത്. അപ്പോൾ 8ാം ക്ലാസ് പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്, 10ാം ക്ലാസ് പാസ്സായവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഏജ് ലിമിറ്റ് 17 മുതൽ 21 വയസ്സ് വരെ. മെയിൽ ആൻഡ് ഫീമെയിൽ, മെയിലിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഹൈറ്റ് 166 സെൻറ്റിമീറ്റർ ആണ്. നെക്സ്റ്റ് ആണ് അഗ്നിവീർ WMP.
WMP എന്ന് പറഞ്ഞാൽ വുമൺ മിലിറ്ററി പോലീസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത് പെൺകുട്ടികൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇന്ത്യൻ ആർമിയിലേക്ക് അപ്ലൈ ചെയ്യുന്ന കാര്യം പറയുകയാണെങ്കിൽ ഫീമെയിൽ കേഡറ്റ്സിന് ഓൺലി അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അഗ്നിവീർ WMP അഥവാ വുമൺ മിലിറ്ററി പോലീസ് മാത്രമാണ്. കേട്ടോ കുട്ടികളെ. ഏജ് ലിമിറ്റ് 17 മുതൽ 21 വയസ്സ് വരെ. നെക്സ്റ്റ് ആണ് ക്വാളിഫിക്കേഷൻ. 10ാം ക്ലാസ് പാസ്സായിരിക്കണം. ഹൈറ്റ് 162 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം. ഇത്രയാണ് WMPയുടെ അപ്ഡേറ്റ്. നോക്കൂ, അഗ്നിവീർ GD, ട്രേഡ്സ്മാൻ, WMP ഈ 3 ട്രേഡിൻ്റെയും എക്സാം പാറ്റേൺ സെയിം തന്നെയാണ്. സബ്ജക്റ്റ് എടുത്താലും മാത്സ് എടുത്താലും GK എടുത്താലും റീസണിങ് എടുത്താലും GS എടുത്താലും എക്സാം പാറ്റേൺ സെയിം തന്നെയാണ്. ഐ ഹോപ്പ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന്. അപ്പോൾ നമ്മുടെ 3 ട്രേഡിൻ്റെ അപ്ഡേറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ 3 ട്രേഡിൽ ഏതെങ്കിലും ട്രേഡിൽ നിങ്ങൾ തയ്യാറെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. ഇനി നെക്സ്റ്റ് ആണ് OA എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ? ഓഫീസ് അസിസ്റ്റൻറ്റ് അഥവാ ക്ലർക്ക് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഏജ് ലിമിറ്റ് 17 മുതൽ 21 വയസ്സ് വരെ. മെയിൽ ആൻഡ് ഫീമെയിൽ ഓൺലി മെയിൽ കേഡറ്റിന് മാത്രമാണ് പറ്റുന്നത്. ക്വാളിഫിക്കേഷൻ +2 പാസ്സായിരിക്കണം. +2 പാസ്സായ കേഡറ്റ്സിന് മാത്രമേ ക്ലർക്ക് എന്നൊരു ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഹൈറ്റ് 162 സെൻറ്റിമീറ്റർ മാത്രം മതി, എങ്കിൽ ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. എക്സാം പാറ്റേണിൻ്റെ കാര്യം പറഞ്ഞാൽ ജനറൽ നോളജ് ആൻഡ് സയൻസിൽ നിന്ന് 10 ക്വസ്റ്റ്യൻ, മാത്സിൽ നിന്ന് 10 ക്വസ്റ്റ്യൻ, കമ്പ്യൂട്ടർ നോളജ് 5 ക്വസ്റ്റ്യൻ, ഇംഗ്ലീഷിൽ നിന്ന് 25 ക്വസ്റ്റ്യൻ. ടോട്ടൽ ഇവിടെ 50 ക്വസ്റ്റ്യൻ, 90 മിനിറ്റ്സ് ആൻഡ് 100 മാർക്സിൻ്റെയാണ് ഈ ഒരു എക്സാം. ഓരോ ക്വസ്റ്റിനും ഇവിടെ 4 മാർക്ക് വീതമാണ് ലഭിക്കുന്നത്. ഇതാണ് ക്ലർക്കിൻ്റെ അപ്ഡേറ്റ്. ഇനി നമുക്ക് ടെക്നിക്കലിനെ നോക്കാം. ടെക്നിക്കൽ എന്ന് പറയുന്നത് 4ാമത്തെ ട്രേഡാണ്. നാലാമത്തെ അല്ല, ഇത് 5ാമത്തെ ട്രേഡാണ്. GD, ട്രേഡ്സ്മാൻ, WMP, ക്ലർക്ക് ആൻഡ് 5th വണ്ണാണ് ടെക്നിക്കൽ എന്ന് പറയുന്നത്. ടെക്നിക്കലിൻ്റെ ഏജ് ലിമിറ്റാണ് കുട്ടികൾ 17 മുതൽ 21 വയസ്സ് വരെ. മെയിൽ ആൻഡ് ഫീമെയിലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മെയിലിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ക്വാളിഫിക്കേഷൻ +2 പാസ്സായിരിക്കണം. ഹൈറ്റ് 165 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം. ടെക്നിക്കലിൻ്റെ സിലബസ് ഡിഫറൻ്റ് ആണ്. ടെക്നിക്കലിൻ്റെ സിലബസിൻ്റെ കാര്യം പറയുമ്പോൾ GK ആൻഡ് റീസണിങ്ങിൽ നിന്ന് 10 ക്വസ്റ്റ്യൻ, ഫിസിക്സിൽ നിന്ന് 15 ക്വസ്റ്റ്യൻ, മാത്സിൽ നിന്ന് 15 ക്വസ്റ്റ്യൻ, കെമിസ്ട്രിയിൽ നിന്ന് 10 ക്വസ്റ്റ്യൻ. ടോട്ടൽ ക്വസ്റ്റ്യൻ വരുന്നത് 50 ആണ്. 60 മിനിറ്റ്സ് 200 മാർക്സിൻ്റെയാണ് ഈ ഒരു എക്സാം എന്ന് പറയുന്നത്. ടെക്നിക്കലിൻ്റെ എക്സാമും അതേപോലെ തന്നെ ക്ലർക്കിൻ്റെ എക്സാമും 200 മാർക്സിൻ്റെയാണ്. NAയുടെ എക്സാമും 200 മാർക്സിൻ്റെയാണ്. കേട്ടോ കുട്ടികളെ. അപ്പോൾ ടെക്നിക്കലിൻ്റെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി നിങ്ങൾ അറിയേണ്ട NA ആണ്. NA എന്ന് പറയുന്ന ഒരു പെർമനൻറ്റ് കാറ്റഗറിയാണ്. അഗ്നിവീറിൻ്റെ കാര്യം പറയുമ്പോൾ GD, ട്രേഡ്സ്മാൻ, WMP, ടെക്നിക്കൽ, ക്ലർക്ക് എന്നീ ട്രേഡുകളെല്ലാം അഗ്നിവീർ കാറ്റഗറിയിൽ വരുന്നതാണ്. പക്ഷേ NA അഥവാ നേഴ്സിംഗ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് പെർമനൻറ്റ് കാറ്റഗറിയാണ്. എന്താണ് കുട്ടികൾ? ഇതൊരു പെർമനൻറ്റ് കാറ്റഗറിയാണ്. ഏജ് ലിമിറ്റിൻ്റെ കാര്യം പറഞ്ഞാൽ 17 മുതൽ 23 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. മെയിൽ ആൻഡ് ഫീമെയിൽ ഓൺലി മെയിൽ കേഡറ്റിന് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ക്വാളിഫിക്കേഷൻ +2 പാസ്സായിരിക്കണം. ഹൈറ്റ് 165 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി നമുക്കിതിൻ്റെ എക്സാം പാറ്റേൺ നോക്കാം. ഇവിടെയും ഡിഫറൻ്റ് ഉണ്ട് മറ്റ് ട്രേഡിനോട്ട് കമ്പയർ ചെയ്യുമ്പോൾ. GKയിൽ നിന്ന് ടോട്ടൽ 10 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഫിസിക്സിൽ നിന്ന് 5 ക്വസ്റ്റ്യൻ, മാത്സിൽ നിന്ന് 5 ക്വസ്റ്റ്യൻ, കെമിസ്ട്രിയിൽ നിന്ന് 15 ക്വസ്റ്റ്യൻ, ബയോളജിയിൽ നിന്ന് 15 ക്വസ്റ്റ്യൻ. ടോട്ടൽ 15 ക്വസ്റ്റ്യൻ. 60 മിനിറ്റ്സ് ആണ് നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്ന എക്സാമിന്. ടോട്ടൽ മാർക്സ് 200 ആണ്. അപ്പോൾ നിങ്ങൾക്ക് എക്സാം പാറ്റേൺ ഇതിൻ്റെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സെലക്ഷൻ പ്രോസസ്സ് അനുസരിച്ച് ആദ്യം രജിസ്ട്രേഷനാണ്. രജിസ്ട്രേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്? നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മൾ ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ സൈറ്റ് ത്രൂ നമ്മൾ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം ആഡ് ചെയ്തിട്ടാണ് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുന്നത്. രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നെക്സ്റ്റ് പ്രോസസ്സാണ് നമ്മൾ ഏത് ട്രേഡിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് അതനുസരിച്ച് നമ്മൾ പഠിക്കണം. ഞാനിവിടെ എല്ലാ ട്രേഡിൻ്റെയും അപ്ഡേറ്റ് ഷെയർ ചെയ്തിട്ടുണ്ട്. 2026 റാലിക്ക് തയ്യാറെടുക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ബെനിഫിറ്റ് കിട്ടുന്നതാണ് ഈ ഒരു വീഡിയോ. നിങ്ങളിപ്പോൾ ഒത്തിരി കാര്യങ്ങൾ മിസ്റ്റേക്ക് ചെയ്തിട്ടായിരിക്കും ഫോം ഫില്ല് ചെയ്തിരിക്കുന്നത്. അതെല്ലാം നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. മനസ്സിലായി? ഐ ഹോപ്പ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന്. നിങ്ങൾ എക്സാം പാസ്സായി കഴിഞ്ഞാൽ എന്താണ്? നിങ്ങൾ എക്സാം പാസ്സായി കഴിഞ്ഞാൽ നിങ്ങളുടെ നെക്സ്റ്റ് ആണ് PFT + PMT. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ കവറായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിൽ ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു, ഇതും പറഞ്ഞു. അതിനുശേഷം റിസൾട്ടിന് ശേഷം നെക്സ്റ്റ് ആണ് PFT ആൻഡ് PMT. അതിനെ നമുക്ക് നോക്കാം. ഈ PMT ആൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ഹൈറ്റ് ആണ് 165 സെൻറ്റിമീറ്റർ, 162 സെൻറ്റിമീറ്റർ, 166 സെൻറ്റിമീറ്റർ. കേട്ടോ കുട്ടികളെ. നെക്സ്റ്റ് ആണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് PFT എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ? ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ഫിസിക്കൽ എന്ന് പറയുമ്പോൾ ഇവിടെ 4 ഈവൻ്റാണ് സ്പെഷ്യലി വരുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് റണ്ണിങ്ങും പിന്നെ ചിന്നപ്പും. റണ്ണിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ 1.6 കിലോമീറ്റർ റണ്ണിങ് ആണ് വരുന്നത്. ചിന്നപ്പിൻ്റെ കാര്യം പറയുമ്പോൾ അവിടെ നിങ്ങൾ മിനിമം 6 എടുത്തിരിക്കണം, മാക്സിമം 10 വരെ എടുത്താൽ നിങ്ങൾക്ക് 40 മാർക്ക് ലഭിക്കുന്നതായിരിക്കും. റണ്ണിങ്ങിൽ നിങ്ങൾ 5 മിനിറ്റ് 30 സെക്കൻഡിൽ ഓടിയെത്തിയാൽ നിങ്ങൾക്ക് 60 മാർക്ക്, 45 സെക്കൻഡിൽ ഓടിയെത്തിയാൽ 48 മാർക്സ്, 6 മിനിറ്റിനുള്ളിൽ ഓടിയെത്തിയാൽ 36 മാർക്സ്, 6 മിനിറ്റ് 15 സെക്കൻഡിൽ ഓടിയെത്തിയാൽ 24 മാർക്സ് ആയിരിക്കും ലഭിക്കുന്നത്. പിന്നെ ഈ ഒരു മാർക്ക് കാറ്റഗറി എന്ന് പറയുന്നത് എല്ലാ ട്രേഡിനുമില്ല.
ഓൺലി ആർമി GD ട്രേഡ്സ്മാൻ WMB എന്നീ ട്രേഡിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് എക്സാം പാറ്റേൺ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ആർമി GD ട്രേഡ്സ്മാൻ WMBക്ക് എക്സാമിന് 100 മാർക്കാണ്, ഫിസിക്കലിന് 100 മാർക്കാണ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരുന്നത്. ക്ലിയർ? ഇനി നമുക്ക് WMBയുടെ PFT എങ്ങനെയാണെന്ന് നോക്കാം. നോക്കൂ കുട്ടികളെ, WMBക്കും ഇവിടെ 1.6 കിലോമീറ്റർ റണ്ണിംഗ് ഉണ്ട്. ഇവിടെയും 60 മാർക്സ് ലഭിക്കും. 7 മിനിറ്റ് 30 സെക്കൻഡിൽ ഓടിയെത്തിയാൽ 8 മിനിറ്റിൽ ഓടിയെത്തിയാൽ 48 മാർക്സ് ആണ്. പിന്നെ ഇവിടെ ഈ തവണ ആദ്യമായിട്ട് ഇവർ പുതിയൊരു ഫിസിക്കൽ ഐറ്റം കൂടി ആഡ് ചെയ്തു. അതാണ് ചിന്നപ്പ്. ഒരു ചിന്നപ്പ് എടുത്താൽ 16 മാർക്ക്, 2 എണ്ണം എടുത്താൽ 21, 5 എണ്ണം എടുത്താൽ 40 മാർക്ക്. പിന്നെ 2 ഈവൻറ്റ് കൂടിയുണ്ട്. അത് മെയിൽ കേഡറ്റിൻ്റെ കാര്യത്തിൽ ഞാൻ മറന്നുപോയി. അതായത് 6 ആക്ക് ബാലൻസിങ് ബീമും 7 ഫിറ്റ് ഡിച്ച് പെൺകുട്ടികൾക്കാണ്. ആൺകുട്ടികൾക്ക് ഇവിടെ 9 ഫിറ്റ് ഡിച്ചാണ്. എത്രയാണ്? ആൺകുട്ടികൾക്ക് 9 ഫിറ്റ് ഡിച്ചാണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നിങ്ങൾക്ക് PFTയുടെ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ട്. 2026ലും 2027ലേക്കും ഇന്ത്യൻ ആർമിയിലേക്ക് തയ്യാറെടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്കുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ആന ഡിഫൻസ് അക്കാഡമിയുടെ കോൺടാക്ട് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താലും മതി. ക്ലിയർ ആയല്ലോ? ഡീറ്റെയിൽ ആയിട്ടാണ് എല്ലാം പറഞ്ഞിരിക്കുന്നത്. 2026 നോട്ടിഫിക്കേഷൻ ആൾറെഡി വന്നു കഴിഞ്ഞു. എല്ലാ കുട്ടികളും ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഫോം ഫില്ല് ചെയ്യാത്ത ഒത്തിരി കുട്ടികളുണ്ട്. അപ്പോൾ അവർ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം. 2026 ഫോം ഫില്ല് ചെയ്ത കുട്ടികൾ അറിയേണ്ട കാര്യങ്ങൾ എന്താണ്? എക്സാം വരാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് അവർക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാൻ പറ്റിയിട്ടുണ്ട്. PFTയും അതേപോലെ തന്നെ നെക്സ്റ്റ് പ്രോസസ്സ് എന്താണ്, ഹൈറ്റിൻ്റെ കാര്യം അറിയാൻ പറ്റിയിട്ടുണ്ട്. സിലബസ് അതേപോലെ തന്നെ എക്സാം പാറ്റേണും മനസ്സിലായിട്ടുണ്ട്. ക്ലിയർ? എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുട്ടികളെ 2026 ആർമി റാലിക്ക് തയ്യാറെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടി നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഡെയിലി ലൈവ് ക്ലാസ്സസ്, റെക്കോർഡഡ് ക്ലാസ്, സ്റ്റഡി മെറ്റീരിയൽ, പ്രാക്ടീസ് പേപ്പർ, റിവിഷൻ ക്ലാസ്, മോക്ക് ടെസ്റ്റ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. GD ട്രേഡ്സ്മാൻ WMBയുടെയും ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. NA ടെക് ഓഫീസ് അസിസ്റ്റൻറ്റ് അഥവാ ക്ലർക്ക് എല്ലാത്തിൻ്റെയും ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. പ്രോപ്പർ ട്രേഡേഴ്സ് അനുസരിച്ചുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ജൂൺ 1st വീക്കിലാണ് എക്സാം സ്റ്റാർട്ട് ആകാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും ലേറ്റാക്കരുത്. നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യരുത്. ഇപ്പോൾ നിങ്ങൾ എവിടെയാണോ പഠിക്കുന്നത് അവിടെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് എല്ലാം കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. എന്തെങ്കിലും നിങ്ങൾക്ക് മിസ്റ്റേക്കായിട്ട് തോന്നുകയാണ്, അതുപോലെ നിങ്ങൾ സെൽഫായിട്ട് പഠിക്കുമ്പോൾ പ്രോപ്പറായിട്ട് നിങ്ങളുടെ പോർഷൻസ് കവർ ആവുന്നില്ല എങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇവിടെ ജോയിൻ ചെയ്യാവുന്നതാണ്. ക്ലാസ്സുകൾ കറക്റ്റായിട്ട് ലഭിക്കുന്നതായിരിക്കും. റെക്കോർഡഡ് ആയിട്ടും ക്ലാസ്സുകൾ ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ടൈം അനുസരിച്ച് നിങ്ങൾക്ക് കവർ ചെയ്യാവുന്നതാണ്. ഫൈനലി കുട്ടികളെ, നിങ്ങൾക്ക് ഇവിടെ നിന്ന് മോക്ക് ടെസ്റ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാ ട്രേഡിൻ്റെയും മോക്ക് ടെസ്റ്റ് അവൈലബിൾ ആണ്. എല്ലാ ട്രേഡിൻ്റെയും മോക്ക് ടെസ്റ്റ് ലഭിക്കുന്നതായിരിക്കും. നമ്മുടെ ആപ്പ് ത്രൂ ആയിരിക്കും നിങ്ങൾക്ക് ഈ മോക്ക് ടെസ്റ്റ് എല്ലാം ലഭിക്കുന്നത്. കുട്ടികളെ, നിങ്ങൾക്ക് ഡിഫൻസ് റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ആന ഡിഫൻസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ വാട്സപ്പ് ചാനലാണ്. ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതായിരിക്കും. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ജോയിൻ ചെയ്തിരിക്കണം. എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ഈ 2 നമ്പർ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ ഡൗട്ട് ഉണ്ടെങ്കിലും അതേപോലെ അക്കാഡമിയിലെ കോഴ്സ് റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും മെസ്സേജ് ചെയ്യാം, അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതുപോലെയുള്ള ഡിഫൻസ് റിലേറ്റഡ് കാര്യങ്ങൾ അറിയാൻ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 2026 റാലിക്ക് തയ്യാറെടുക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിലും 2027 പുതിയ റാലിക്ക് തയ്യാറെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിലും മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും ധൈര്യമായിട്ട് നിങ്ങൾക്ക് ആന ഡിഫൻസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് എല്ലാ ഫെസിലിറ്റീസും ലഭിക്കുന്നതായിരിക്കും. ഹോസ്റ്റൽ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. ട്രേഡ് വേസ് ക്ലാസ്സും ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ആദ്യത്തെ ചാൻസ് ആണെങ്കിലും അവസാനത്തെ ചാൻസ് ആണെങ്കിലും ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാവുന്നതാണ്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ഉടനെ തന്നെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.